പ്ലസ് ടു ഫിസിക്സിലെ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന ചാപ്റ്ററിൽ നിന്ന് ഇതിനു മുമ്പ് എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 2020 സേ എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. 110 volt variable frequency AC source is applied to a circuit as shown in figure. At a particular frequency, the voltage across the capacitor and inductor are found to be equal. Given L is equal to 0.38 Hz, C is equal to 27 microfarad and R is equal to 48 ohm. നമുക്ക് ഒരു സർക്യൂട്ട് തന്നിരിക്കുന്നു. അതിൽ LCR സർക്യൂട്ടാണ് തന്നിരിക്കുന്നത്. അതിനകത്ത് റെസിസ്റ്റൻസിൻ്റെയും ഇൻഡക്റ്റൻസിൻ്റെയും കപ്പാസിറ്റൻസിൻ്റെയും വാല്യൂസ് തന്നിട്ടുണ്ട്. ഇനി ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന വേരിയബിൾ ഫ്രീക്വൻസി അല്ലെങ്കിൽ AC വോൾട്ടേജ് എന്ന് പറയുന്നത് 110 വോൾട്ട് ആണെന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് വൺ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ദ സർക്യൂട്ട്. തന്നിരിക്കുന്ന സർക്യൂട്ട് LCR സർക്യൂട്ടിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എഴുതാനാണ്. അതുപോലെ ഫൈൻഡ് ദ കറണ്ട് ത്രൂ ദ സർക്യൂട്ട്, സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ അപ്ലൈഡ് AC സോഴ്സ്, അപ്ലൈ ചെയ്തിരിക്കുന്ന AC സോഴ്സിൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ആൻഡ് ഹൗ ഡസ് ദ സർക്യൂട്ട് കറണ്ട് ചേഞ്ച് ഇഫ് ദ പ്ലേറ്റ്സ് ഓഫ് ദ കപ്പാസിറ്റർ ആർ ഗോട്ട് ക്ലോസർ ആൻഡ് മൂവ് അവേ. കപ്പാസിറ്റർ പ്ലേറ്റുകൾ തമ്മിൽ അടുപ്പിക്കുകയും അകത്തുകയും ചെയ്യുമ്പോൾ സർക്യൂട്ടിലുണ്ടാകുന്ന കറണ്ടിന് എന്തൊക്കെ ചേഞ്ചുകളാണ് സംഭവിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ്റെ അത് ചോദിച്ചിരിക്കുന്നത്. നമുക്കിതിൻ്റെ ആൻസറിലേക്ക് പോകാം. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് LCR സർക്യൂട്ടിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. റേഡിയോ ട്യൂണിംഗ് സർക്യൂട്ടിലെല്ലാം LCR സർക്യൂട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ LCR സർക്യൂട്ട് എന്നുള്ള ആ സെക്ഷനിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ആ സെക്ഷൻ ഒന്ന് റെഫർ ചെയ്യുക. ഇനി രണ്ടാമത് നമ്മളോട് പറഞ്ഞായിരുന്നു സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞായിരുന്നു. കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ V/Z ആണ്. ഇവിടെ V/R നമുക്കറിയാം എന്താണ്, ഇത് സർക്യൂട്ട് റെസൊണൻസ് കണ്ടീഷനിലാണ്. അതുകൊണ്ട് നമുക്ക് V/R എന്ന് എഴുതാം. സിഗൽ ടു 110 എന്ന് തന്നിട്ടുണ്ട്. ആറിൻ്റെ വാല്യൂ നമുക്ക് 48 എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് V/R 110 / 48 അപ്പോൾ എന്താണ് 2.29 ആംപിയർ എന്ന് കിട്ടും. 2.29 ആംപിയർ. ഇനി ഫ്രീക്വൻസി കണ്ടുപിടിക്കണമെന്ന് പറയും. ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ F is equal to 1/2 pi into root of LC ആണ്. ഇനി എന്താണ് 1/2 pi into root of Lൻ്റെ വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു 0.38. അതുപോലെ സിയുടെ വാല്യൂ 27 മൈക്രോ ഫാരഡ് എന്നാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് 27 × 10⁻⁻6 ഫാരഡ് നമുക്കിങ്ങനെ കിട്ടും. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ 49.7 ഹെഡ്സ് എന്ന് കിട്ടും. അപ്പോൾ ഫ്രീക്വൻസി നമുക്ക് കിട്ടി 49.7 ഹെഡ്സ്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ കപ്പാസിറ്റർ പ്ലേറ്റുകൾ അകത്തുകയും അടുപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നാണ് നമ്മളോട് പറഞ്ഞു ചോദിച്ചിരുന്നത്. കപ്പാസിറ്റർ പ്ലേറ്റുകൾ ക്ലോസർ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മൂവ് എവേ. ഇവിടെ ക്ലോസർ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കറണ്ട് സർക്യൂട്ടിലുള്ള കറണ്ട് ഇൻക്രീസ് ചെയ്യും. ഇനി പ്ലേറ്റുകൾ അകത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറണ്ട് ഡിക്രീസ് ചെയ്യും. ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. മാർച്ചിൽ വന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. കറണ്ട് ത്രൂ ആൻ AC സർക്യൂട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് അപ്ലൈഡ് വോൾട്ടേജ് ആൻഡ് ഇംപിഡൻസ് ഓഫ് ദ സർക്യൂട്ട്. റൈറ്റ് എനി ടു ഫാക്ടേഴ്സ് ഓൺ വിച്ച് ഇംപിഡൻസ് ഓഫ് എ സീരീസ് LCR സർക്യൂട്ട് ഡിപ്പെൻഡ്സ്. ഒരു സീരീസ് LCR സർക്യൂട്ടിൻ്റെ ഇംപിഡൻസ് ഏതൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? 2 ഫാക്ടേഴ്സിൻ്റെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഡ്രോ ആൻഡ് impedance diagram of series LCR circuit and write the expression for the power factor from the diagram. അപ്പോൾ ഇംപിഡൻസ് ഡയഗ്രാം വരയ്ക്കണം സീരീസ് LCR സർക്യൂട്ടിൻ്റെ. അതുപോലെ തന്നെ പവർ ഫാക്ടറിൻ്റെ എക്സ്പ്രഷൻ എഴുതാനും നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ a sinusoidal voltage of peak voltage 283 volt and frequency 50 Hz is applied to a LCR circuit in which R is equal to 3 ohm, L is equal to 25 × 40 25.48 millihenry and C is equal to 796 microfarad. Find the impedance of the circuit. LCR സർക്യൂട്ടിലെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ, ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ, കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ തന്നിരിക്കുന്നു. ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അതുപോലെ വോൾട്ടേജ് തന്നിട്ടുണ്ട്. നമ്മളോട് ഇംപിഡൻസ് സർക്യൂട്ടിലെ ഇംപിഡൻസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആൻസറിലേക്ക് നമുക്ക് പോകാം. ആദ്യമേ ഇംപിഡൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്.
റെസിസ്റ്റൻസ് ഓഫ് അതുപോലെ ഇമ്പിഡൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഒന്ന് സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇൻഡക്റ്റൻസ്, അതുപോലെ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഇൻപുട്ട് വോൾട്ടേജിന്റെ ഫ്രീക്വൻസി. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഇമ്പിഡൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ കണക്ട് ചെയ്യുന്ന റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് വാല്യൂ, കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് വാല്യൂ, ഇൻഡക്ടറിന്റെ ഇൻഡക്റ്റൻസ് വാല്യൂ, അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ്, AC വോൾട്ടേജിന്റെ ഫ്രീക്വൻസി. ഇത്രയും കാര്യങ്ങൾ ഇമ്പിഡൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇനി ഫേസർ ഡയഗ്രാം LCR സർക്യൂട്ടിൻ്റെ അകത്ത് ഫേസർ ഡയഗ്രാമത്തിൻ്റെ അകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്നത് cos y R/Z എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഫേസർ ഡയഗ്രാം എന്താണെന്ന് നമുക്ക് LCR സർക്യൂട്ടിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫേസർ ഡയഗ്രാം അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ആ സെക്ഷൻ ഒന്ന് റെഫർ ചെയ്യുക. ഇല്ലെങ്കിൽ തന്നെ ഇതിന് ശേഷം വരുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് നമ്മൾ ഈ ഫേസർ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകും. ഇനി പവർ ഫാക്ടറിന്റെ എക്സാം നമ്മൾ പറഞ്ഞിരിക്കുന്നത് cos y R/Z. R റെസിസ്റ്റൻസ് ആണ്, ഡിവൈഡ് ബൈ Z എന്ന് പറയുന്നത് ഇമ്പിഡൻസ്. cos y R/Z. ഇനി ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒരിക്കൽ കൂടി എടുത്തെഴുതുകയാണ്. E0 എന്ന് പറയുന്നത് 283 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി 50 ഹെർട്സ് എന്ന് തന്നിട്ടുണ്ട്, R 3 ഓം, അതുപോലെ L എന്ന് പറയുന്നത് 25.48 into 10⁻³ ഹെൻറി, മില്ലി ഹെൻറി എന്നാണ് തന്നിരിക്കുന്നത്. അതിനെ ഹെൻറിയിലേക്ക് മാറ്റുമ്പോൾ 10⁻³ ഹെൻറി. ഇനി കപ്പാസിറ്റൻസ് മൈക്രോ ഫാരഡിലാണ്, 796 into 10⁻⁻6 ഫാരഡ്. നമ്മളോട് ഇമ്പിഡൻസ് കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇമ്പിഡൻസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അതിനു മുമ്പായിട്ട് XL-ന്റെയും XC-യുടെയും വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കണം. ഇമ്പിഡൻസ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്, √R² + XL - XC² എന്നാണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യമേ XL-ന്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. XL എന്ന് പറയുന്നത് ω/L ആണ്. എന്താണ്? റിയാക്റ്റീവ് ഇൻഡക്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ω/L. ഒമേഗ എന്ന് പറയുന്നത് ഇവിടെ 2πf ആണ്. 2πf എന്ന് പറയുന്നതാണ് ഒമേഗ. ആൻഡ് L-ന്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും 2 ഇൻറ്റു പൈയുടെ വാല്യൂ 3.14 ഇൻറ്റു ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 50 ഹെർട്സ് ആണ്. ഇനി L-ന്റെ വാല്യൂ 25.48 ഇൻറ്റു 10⁻³ ആണ്. അപ്പം XL എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നമുക്ക് 8 ഓം കിട്ടും. ഇനി XC കപ്പാസിറ്റീവ് റിയാക്റ്റൻസിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. 1/ωc ആണ്. 1/ωc 1 ഡിവൈഡ് ബൈ നീ ഒമേഗയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു 2πf ഇൻറ്റു നമുക്ക് ഇവിടെ C ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 2 ഇൻറ്റു പൈയുടെ വാല്യൂ 3.14 ഇൻറ്റു എഫിന്റെ വാല്യൂ 50 ആണ് ഇൻറ്റു C എന്ന് പറയുന്നത് 796 ഇൻറ്റു 10⁻⁻6. അപ്പോൾ XC-യുടെ വാല്യൂ നമുക്ക് 4 ഓം കിട്ടും. അപ്പോൾ XL-ന്റെയും XC-യുടെയും വാല്യൂസ് നമുക്ക് അറിയാം. R-ന്റെ വാല്യൂ ക്വസ്റ്റ്യൻ്റെ അത് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇമ്പിഡൻസ് കണ്ടുപിടിക്കാം. ഇമ്പിഡൻസ് Z √R² + XL - XC² എന്നാണ്. ദാറ്റ് ഈസ് √3² + 8 - 4². അപ്പോൾ നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് √25 അല്ലെങ്കിൽ 5 ഓം നമുക്ക് കിട്ടും. അപ്പം ഇമ്പിഡൻസിന്റെ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് 5 ഓം കിട്ടും. മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. എ സീരീസ് LCR സർക്യൂട്ട് കണക്റ്റഡ് ടു ആൻ AC സോഴ്സ് ഈസ് ഷോൺ ബിലോ. റൈറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ ഇംപിഡൻസ് ഓഫേർഡ് ബൈ ദി സർക്യൂട്ട്. അണ്ടർ വാട്ട് കണ്ടീഷൻ ദിസ് സർക്യൂട്ട് ഈസ് യൂസ്ഡ് ഫോർ ട്യൂണിംഗ് റേഡിയോ. ഇപ്പോൾ തന്നിരിക്കുന്ന LCR സർക്യൂട്ടിൻ്റെ അകത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നു ഇംപിഡൻസിന്റെ എക്സ്പ്രഷൻ എഴുതാൻ പറഞ്ഞിരിക്കുന്നു. അതുപോലെ ഏത് കണ്ടീഷനിലാണ് ഈ സർക്യൂട്ട് നമ്മൾ റേഡിയോ ട്യൂണറായിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ്റെ അകത്ത് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഇമ്പിഡൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ Z √R² + XL - XC² ആണ്. ഇമ്പിഡൻസിന്റെ എക്സ്പ്രഷൻ Z √R² + XL - XC². ഇനി അടുത്തത് റെസൊണൻസ് കണ്ടീഷനിലാണ് നമ്മൾ ഇതിനെ ട്യൂണർ സർക്യൂട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. റെസൊണൻസ് കണ്ടീഷനിലാണ് ട്യൂണർ സർക്യൂട്ടായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. റെസൊണൻസ് കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞു XL XC ആണ്. അതായത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസും ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും ഈക്വൽ ആയിട്ട് വരുന്ന കേസിലാണ് നമ്മൾ റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. റെസൊണൻസ് കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞു XL - XC എന്ന് പറയുന്നത് ഈക്വൽ ആകുന്ന കേസിൽ ഇവിടെ XL - XC എന്നുള്ള ടേം എന്തായി മാറും? XL-ഉം XC ഈക്വൽ ആണെങ്കിൽ XL - XC എന്ന് പറയുന്നത് 0 ആയി പോകും. അപ്പോൾ Z √R² എന്ന് കിട്ടും. √R² എന്ന് പറഞ്ഞാൽ R ആണ്. അപ്പോൾ Z R എന്ന് കിട്ടും.
അതാണ് റെസൊണൻസ് കണ്ടീഷൻ. റെസൊണൻസ് ഫ്രീക്വൻസി ആണ് F is equal to 1/2π into root of LC. അപ്പോൾ റെസൊണൻസ് കണ്ടീഷനിലുള്ള ഫ്രീക്വൻസി F is equal to 1/2π into root LC. ഈ ഫ്രീക്വൻസിയിലാണ് നമ്മൾ റേഡിയോയെ നമ്മൾ ട്യൂണർ സർക്യൂട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റെസൊണൻസ് കണ്ടീഷനിലാണ് നമ്മൾ ഒരു LCR സർക്യൂട്ടിനെ നമ്മൾ ട്യൂണർ സർക്യൂട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ റെസൊണൻറ്റ് ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ ആണ് F is equal to 1/2π into root of LC. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2019 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ്. എ ട്രാൻസ്ഫോമർ ഈസ് യൂസ് ടു ചേഞ്ച് ദ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ടു എ ഹൈ ഓർ ലോ വാല്യൂ. അപ്പം ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത് ഒരു വോൾട്ടേജ് ഹൈ ആക്കാനോ അല്ലെങ്കിൽ ലോ ആയിട്ട് മാറ്റാനോ ആണ്. വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാനോ നമ്മൾ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ ആണ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് എ ട്രാൻസ്ഫോമർ? ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? എ പവർ ട്രാൻസ്മിഷൻ ലൈൻ ഫീഡ്സ് ഇൻപുട്ട് പവർ ഓഫ് 2300 volt to a step down transformer with its primary windings having 4000 turns. What should be the number of turns in the secondary in order to get output power at 230 volt? അപ്പോൾ നമ്മളോട് തന്നിരിക്കുന്ന ട്രാൻസ്ഫോമർ വർക്കിംഗ് ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? രണ്ടാമത് ഒരു ട്രാൻസ്മിഷൻ ലൈനിൽ നിന്ന് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു 2300 വോൾട്ട്. ഇത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലേക്കാണ് കൊടുക്കുന്നത്. അതിന്റെ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി 4000 ടേൺസ് ആണ്. What will be the number of turns in the secondary to get output power at 230 volt? അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നത് 230 വോൾട്ട് ആണെങ്കിൽ ഔട്ട്പുട്ടിലുള്ള അല്ലെങ്കിൽ സെക്കൻഡറിയിലുള്ള ടേൺസിന്റെ എണ്ണം എത്രയെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ആൻസറിലേക്ക് പോകാം. ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് അതിന്റെ ആൻസർ എ പാർട്ടിന്റെ ആൻസർ മ്യൂച്വൽ ഇൻഡക്ഷൻ. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ ഈസ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇനി രണ്ടാമത്തെ പ്രോബ്ലത്തിന്റെ ആൻസർ നമുക്ക് നോക്കാം. നമുക്കറിയാം VP/VS is equal to NP/NS നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? പ്രൈമറി വോൾട്ടേജ് ഡിവൈഡ് ബൈ സെക്കൻഡറി വോൾട്ടേജ് is equal to number of turns in the primary divided by number of turns in the secondary. ഇതിൽ നമുക്ക് NS നമുക്ക് സെക്കൻഡറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. NS is equal to NP divided by VP into VS നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. പ്രൈമറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് 4000 ആണ്. അതുപോലെ VS എന്ന് പറയുന്നത് സെക്കൻഡറി വോൾട്ടേജ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 230 ആണ്. ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 2300 വോൾട്ട് ആണ്. അങ്ങനെയെങ്കിൽ NS ന്റെ വാല്യൂ നമുക്ക് 400 കിട്ടും. 400 ടേൺസ് ആണ് സെക്കൻഡറിയിൽ ഉണ്ടായിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A phasor diagram of an AC circuit is shown in figure. Identify the circuit. തന്നിരിക്കുന്ന ഫേസർ ഡയഗ്രാം വെച്ച് ഇത് ഏത് സർക്യൂട്ട് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. Prove that the average power dissipated in the above circuit is 0. ഈ സർക്യൂട്ടിലെ ആവറേജ് പവർ 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് AC സർക്യൂട്ട് വിത്ത് ഇൻഡക്ടർ ഓൺലി. ഇൻഡക്ടർ ഓൺലി AC സർക്യൂട്ടിന്റെ ഫേസർ ഡയഗ്രാം ആണ് അവിടെ തന്നിരുന്നത്. ഇനി ഇതിൻ്റെ അത് ആവറേജ് പവർ നമുക്ക് കണ്ടുപിടിക്കണം. പവർ കാണാനായിട്ട് നമ്മൾ കാണും വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. നമ്മൾ പറഞ്ഞിരിക്കുന്നു P is equal to VRMS. RMS വാല്യൂ ഇൻ വോൾട്ടേജ് ഇൻറ്റു RMS വാല്യൂ ഓഫ് കറണ്ട് ഇൻറ്റു നമ്മുടെ പറഞ്ഞിരിക്കുന്നത് കോസ് ഫൈ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് P is equal to VRMS ഇൻറ്റു IRMS ഇൻറ്റു കോസ് ഫൈ എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഫൈയുടെ വാല്യൂ നമ്മൾ പറഞ്ഞിട്ടുണ്ട് π/2 ആണ്. 90 ഡിഗ്രി ആണ് നമുക്ക് കാണുമ്പോൾ ഇവിടെ ഫൈയുടെ വാല്യൂ 90 ഡിഗ്രി ആണ്. അതായത് വോൾട്ടേജിനും കറണ്ടിനും ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ 90 ഡിഗ്രി ആണ്. അതായത് π/2 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം VRMS is equal to VRMS ഇൻറ്റു IRMS ഇൻറ്റു കോസ് 90. കോസ് 90യുടെ വാല്യൂ നമുക്ക് 0 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ആവറേജ് പവർ എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. അപ്പോൾ പവർ കാണാനുള്ള ഇക്വേഷൻ VRMS ഇൻറ്റു IRMS ഇൻറ്റു കോസ് ഫൈ ആണ്. ഇനി ഇവിടെ 90 ഡിഗ്രിയാണ് ആംഗിൾ വരുന്നത്. അതുകൊണ്ട് കോസ് 90യുടെ വാല്യൂ 0 ആകുന്നു. അതുകൊണ്ട് ആവറേജ് പവർ 0 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫേസർ ഡയഗ്രാം ഓഫ് ദ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് across an unknown device X and current flowing through it are shown below. 2018 മാർച്ചിൽ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമുക്കൊരു ഫേസർ ഡയഗ്രാം ആണ് തന്നിരിക്കുന്നത്. ഇനി അങ്ങനെയെങ്കിൽ ഇത് ഏത് ഡിവൈസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇവിടെ നോക്കുക വോൾട്ടേജും കറണ്ടും ഒരേ ഫേസിലാണ്, സെയിം ഫേസിലാണ്. വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഇൻ സെയിം ഫേസ്. ഇനി
അപ്പോൾ ഏത് ഡിവൈസ് ആണെന്ന് ആദ്യമേ ഐഡന്റിഫൈ ചെയ്യണം. ഡ്രോ ദ ഗ്രാഫിക്കൽ വേരിയേഷൻ ഓഫ് കറണ്ട് ആൻഡ് വോൾട്ടേജ് വിത്ത് ഒമേഗ ടി ത്രൂ ദിസ് ഡിവൈസ്. ഈ ഡിവൈസിന്റെ ഒമേഗ ടിയും കറണ്ടും തമ്മിലുള്ള കറണ്ടും വോൾട്ടേജും ഒമേഗ ടിയും തമ്മിലുള്ള ഗ്രാഫിക്കൽ വേരിയേഷൻ നമ്മൾ വരയ്ക്കണം. അതുപോലെ തന്നെ ഡ്രോ ദ ഫേസർ ഡയഗ്രാം വിച്ച് ഷോസ് ദ റിലേഷൻ ബിറ്റ്വീൻ VR, VL, VC ആൻഡ് I ഇൻ സീരീസ് LCR സർക്യൂട്ട്. ഒരു സീരീസ് LCR സർക്യൂട്ടിലെ അതെന്താണ് വോൾട്ടേജ് ത്രൂ ദ റെസിസ്റ്റർ, വോൾട്ടേജ് ത്രൂ ദ ഇൻഡക്ടർ ആൻഡ് വോൾട്ടേജ് കപ്പാസിറ്റർ ആൻഡ് കറണ്ട് LCR സർക്യൂട്ടിലെ ഒരു ഫേസർ ഡയഗ്രാം വരയ്ക്കാനും നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യമേ ഇതിന്റെ ഏത് ഡിവൈസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് കറണ്ടും വോൾട്ടേജും സെയിം ഫേസിലാണെങ്കിൽ അതെന്തായിരിക്കും, ഒരു റെസിസ്റ്റർ ഓൺലി സർക്യൂട്ട് ആയിരിക്കും. സർക്യൂട്ട് കണ്ടെയ്നിങ് AC സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റർ ഓൺലി. അപ്പോൾ ഇതാണ് എക്സ് എന്ന് പറയുന്ന ഈ ഡിവൈസ് എന്താണ്, റെസിസ്റ്റർ ഓൺലി AC സർക്യൂട്ടാണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നു ഇതിന്റെ എന്താണ് ഗ്രാഫിക്കൽ വേരിയേഷൻ കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, അതിന്റെ ഫേസർ ഡയഗ്രാം കാണിച്ചിരിക്കുന്നു. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനും ഫേസർ ഡയഗ്രാം തന്നിരിക്കുന്നു. അതിനുശേഷം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു സീരീസ് LCR സർക്യൂട്ടിലെ ഇതിന്റെ ഫേസർ ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വെക്ടർ ഡയഗ്രവും ഫേസർ ഡയഗ്രവും ഇവിടെ തന്നിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ ഈ സെക്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം വരികയാണെങ്കിൽ ആ സെക്ഷൻ ഒരിക്കൽ കൂടി ഒന്ന് റെഫർ ചെയ്യുക. അപ്പോൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും കാര്യങ്ങൾ മനസ്സിലാകാതെ വരുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആ സെക്ഷൻ വീഡിയോ ഒരിക്കൽ കൂടി എടുത്ത് നോക്കുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അവിടെ തന്നിട്ടുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യനുകൾ ഇനി മറ്റു വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുന്നു. വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയാണിത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.